അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബുഹ്താനി ത്വരീഖത്തുകാർ ആകെ കുരച്ചിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്, കുരച്ചിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുന്നൊരു സ്വഭാവമാണ്. ഇപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കുരച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. 2013 തുടങ്ങിയതാണ്. ഇതാ ഒന്നിച്ചു പോകുമ്പോൾ ഞാനൊരൊറ്റ വീഡിയോ ഇട്ടാൽ മതി, ഞാനൊരൊറ്റ വോയിസ് വിട്ടാൽ മതി, ഞാനൊരൊറ്റ ഫോട്ടോ വിട്ടാൽ മതി, അപ്പത്തിന് പിക്കാരില്ലാതെയാകും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദം മുഴക്കിയിരുന്നു. ആര്? നമ്മളെ ബുഹ്താനി കോളാമ്പിയായ നൗഷാദും കുഞ്ഞഹമ്മദും പമ്പൈസും ഒക്കെ. പക്ഷെ അതൊന്നും ഒക്കെ വള്ളത്തിൽ അമ്മിക്കുട്ടിട്ട മാതിരിയായി. ഒരു പതിയും കൂടി പൊന്തിയില്ല. അങ്ങനായിപ്പോയി. വള്ളത്തിൽ ദൂറാത്തിട്ടാൽ പിന്നെ ഒരു പുളന്നെങ്കിലും പൊന്തും, അമ്മിക്കുട്ടിയിട്ടാലോ ഒന്നും ഉണ്ടാവില്ല, ആണ് പോവും എന്നതുപോലെയായി. ആര്? ഈ ബുഹ്താനിയായ കോളാമ്പികൾ. പിന്നെ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ പരിപാടിയുമായി കൊണ്ട് ഇങ്ങനെ നടന്നിരുന്നു കുറച്ച്. അത് വേറൊരു കാരണം ഉണ്ടായിരുന്നു. തങ്ങൾ പാപ്പയാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ അറിവുള്ള ആളെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസംഗം നടത്തിയിരുന്നു. അത് നമുക്ക് അവിടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നൗഷാദ് ഒന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ താജുൽ ഉലമയെ വെറും സംഘടനാ നേതാവായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, വലിയും മിൻ ഔലിയാഇല്ലാ. അതാണ് ഞങ്ങളെ നേതാവ് താജുൽ ഉലമ. ധാര പറയുന്നറിയോ? മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അഥവാ ഉള്ളാളത്ത് തങ്ങൾ പാപ്പാനെ, കാന്തപുരം ഉസ്താദിൻ്റെ നേതാവിനെ, കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റാണല്ലോ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ. ആ ഉള്ളാളത്തെ തങ്ങൾ പാപ്പാനെ പറയണത് ഞങ്ങളൊരു സംഘടനയുടെ നേതാവായിട്ട് അല്ല താജുൽ ഉലമയെ കാണുന്നത്, വലിയും മിൻ ഔലിയാ ഇല്ല, ഔലിയാക്കന്മാരെ നേതാവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആരെ പറയണത്? താജുൽ ഉലമയെ പറ്റിക്കൊണ്ടാണ് നമ്മളെ കോളാമ്പിയായ നൗഷാദ് പറയുന്നത്. ഇനിയും പറയുന്നുണ്ട്, ബാക്കി കൂടി വരട്ടെ, എന്നിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് കൂട്ടി വായിക്കാം. ഉപ്പാപ്പക്ക് തർക്കല്ല. ഉപ്പാപ്പ ഇരിക്കുന്ന റൂം പോയി നോക്ക്, അവിടെ കാണാം. ആ റൂമിൽ നിന്ന് അവിടെ നിന്ന് കസേരയിൽ ഇരുന്നാൽ കാണുന്ന രൂപത്തിൽ വെച്ച ബോർഡ് അൻത അലൽ ഹഖ് കലിമത്തുൻ അല്ലതി ഖാലഹാ ഖുതുബുൽ ആലം. ഇത് ഖുതുബുൽ ആലം പറഞ്ഞ വാക്കാണ് എന്ന് എല്ലാ ദിവസവും നോക്കുന്ന ആളായിരുന്നു ഞങ്ങളെ ഉപ്പാപ്പ സയ്യിദുനാ താജുൽ ഉലമ. താജുൽ ഉലമക്ക് സംശയം ഉണ്ടായിട്ടില്ല. സഹോദരന്മാരെ, പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇത് കാന്തപുരം വിഭാഗത്തിലായപ്പോൾ പ്രസംഗിച്ചതല്ലോ. കാന്തപുരം വിഭാഗത്തിൽ നിന്ന് എടുത്ത് ആട്ടി അടിച്ചതിന് ശേഷം പ്രസംഗിച്ച പ്രസംഗം കേട്ടോ. അൻത അലൽ ഹഖ് എന്നും പിന്നെ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ അവിടെ താജുൽ ഉലമയുടെ റൂമിൻ്റെ നേർക്ക് നേരെ എഴുതി വെച്ചിക്കണ എന്നും എല്ലാ ദിവസവും നോക്കിയിട്ടാണ് വരുന്നത് എന്നുള്ളതും മാത്രമല്ല, അത്രയും വലിയ നേതാവാണ് താജുൽ ഉലമ, അത്രയും വലിയ നേതാവാണ് താജുൽ ഉലമ എന്നാണ് നമ്മളെ കോളാമ്പിയായ നൗഷാദ് പറയും. ഓൻ്റെ പേരൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. പക്ഷെ ഓൻ പറയണേ നമ്മൾ കേൾക്കുന്നത് വേറെ വിഷയമുണ്ടതിന്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഓൻ്റെ കൂട്ടത്തിൽപ്പെട്ട വേറെ ഒരു മൊയന്ത് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ഏതാനും നിമിഷത്തിനകം വന്ധ്യരായ ഹാഫിദ് ഉസ്താദ് ഇവിടെ എത്തും. ഉസ്താദൊക്കെ താജുൽ ഉലമയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് മഹാനവറുകൾ ഖുതുബായിരുന്നു എന്നാണ്. താജുൽ ഉലമ തങ്ങൾ ഖുതുബായിരുന്നു. ഇതിന്ന് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്നത് വന്ധ്യരായ ഉസ്താദിന് മാത്രമാണ്. കാരണം ഹാഫിദ് ഉസ്താദ്, വന്ധ്യരായ ഹാഫിദ് ഉസ്താദ് ഇപ്പോൾ എത്തും. സ്റ്റേജിൽ എത്തിയിട്ടില്ല, എത്തുന്നതിന് മുന്നേ പറയാ. പിന്നെ ഹാഫിദ് ഉസ്താദ് പറഞ്ഞോത്തരെ താജുൽ ഉലമ കുത്തുബായിരുന്നു. ഇത് പറയാൻ ഏറ്റവും കഴിവുള്ളത് ഹാഫിദ് ഉസ്താദിനാണ്, കോമാട്ടുതാലിൽ അദ്ദൂനാണ്. കേട്ടില്ല നിങ്ങൾ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യട്ടെ, നമ്മളെ കുഞ്ഞഹമ്മദ് ഒന്നും പറഞ്ഞോട്ടെ. കുഞ്ഞഹമ്മോ ഇതൊന്നും പറഞ്ഞ താജുൽ ഉലമയെ പറ്റിയിട്ട് ഇതൊന്നും നമ്മളിലായപ്പോൾ പറഞ്ഞതല്ല കേട്ടോ, ഒക്കെ ആട്ടി വിട്ടതിന് ശേഷം പറഞ്ഞതാ. ഒരേ സമയം പണ്ഡിതനാണ്, അതേ സമയം
സയ്യിദാണ്, അതേസമയം നിരവധി തരീഖത്തുകളുടെ ശൈഖാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ അവറുകൾ. എങ്ങനെ രസകരമായ വാക്കാണ്. ഒരേ സമയം പണ്ഡിതനാണ്, അതേസമയം സയ്യിദാണ്, അതേസമയം മുദരിസാണ്, അതേസമയം ത്വരീഖത്ത് കൊടുക്കുന്ന ഷെയ്ഖാണ് താജുൽ ഉലമാ സയ്യിദ് അവറുകൾ. കേട്ടില്ലേ? താജുൽ ഉലമയെ സംബന്ധിച്ച് അറിയണത്. ഇനി നൗഷാദ് തന്നെ പറയട്ടെ. മഹാനായ താജുൽ ഉലമ ഇതൊക്കെയും മനസ്സിലാക്കി ആദരിച്ചു. അതുകൊണ്ട് തന്നെ വലിയ കറാമത്ത് ജീവിതത്തിലുടനീളം അവിടുന്ന് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കറാമത്ത് ഏതാണെന്നറിയോ? ഈ കാണുന്ന പള്ളിയും ഈ കാണുന്ന സ്ഥാപനവും ഒക്കെ മഹാനായ പൂക്കോയ തങ്ങൾക്ക് എഴുതി കൊടുത്തു എന്നതാണ് താജുൽ ഉലമയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന 1000 കറാമത്തുകളിൽ പ്രധാന കറാമത്ത് കേട്ടോ. അപ്പൊ സയ്യിദ് താജുൽ ഉലമയുടെ കറാമത്ത് വരെ പറഞ്ഞത് കേട്ടില്ല നിങ്ങള്? കറാമത്ത് വരെ കേട്ടു. എന്നീ വേറൊരാളും കൂടി ഉണ്ട്, ഈ കുരുവട്ടൂരിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം വേറൊരാളും കൂടി ഉണ്ട്. അയാളും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ താജുൽ ഉലമാ പെട്ടെന്ന് പോകാൻ കഴിയില്ല. അതൊരു ബഹറാണ്, അതൊരു സമുദ്രമാണ്. അങ്ങോട്ട് ഇറങ്ങിയാൽ ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. ഇല്ലാത്തതല്ലല്ലോ പറയുന്നത്. അവരെ കൂടെ കൂടിയവർ, അവരെ കൂടെ കഴിഞ്ഞവർ, എല്ലാ പൊരുത്തങ്ങളും നൽകിയ സയ്യിദ്, അവിടുത്തെ പേരക്കുട്ടി നമ്മുടെ കൂടെയില്ലേ? കേട്ടില്ലേ? ഇത് വേറൊരാളാണ്. അത്രയും വലിയ ബഹറാണ് താജുൽ ഉലമ, അത്രയും വലിയ ബഹറാണ് താജുൽ ഉലമ എന്നാണ്. അതിലേക്ക് ഇറങ്ങിയാൽ പോലും കയറാൻ പറ്റില്ല, അത്രയും നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് താജുൽ ഉലമയെ സംബന്ധിച്ച്. പിന്നെ നമുക്ക് പമ്പൈസ് ഉണ്ട്. പമ്പൈസ് പറയാതെ നമുക്കത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല. പമ്പൈസ് ഒന്ന് വരട്ടെ. ആ ഉപ്പാപ്പയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതല്ലോ, ഹക്കിനും വേണ്ടി ഒരു ഉറച്ച നിലപാട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? അത് ഇസ്തിഖാമത്താണ്. ദുആ ചെയ്തു, മഴ പെയ്തു, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം, അതൊരു വാക്കുകൊണ്ട് അവർ അമർത്തി. ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. അവന്റെ ഈമാനിന് ഒരു അണുമണി തൂക്കം പാകപ്പിഴവ് വരാതെ മരണം വരെ അതിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ കഴിവ്, അത് വലിയൊരു കറാമത്താണ് ഇസ്തിഖാമത്തെന്ന് മഹാന്മാർ പറയുന്നു. ആ ഇസ്തിഖാമത്തിന്റെ വലിയ ഉടമയായിരുന്നു വന്യരായ താജുൽ ഉലമാ റളിയല്ലാഹു തആല അൻഹു. ഇതെല്ലാരും മേലെ സംസാരം കേട്ടോ. താജുൽ ഉലമാ റളിയല്ലാഹു അൻഹു ഇസ്തിഖാമത്തുള്ള ആളായിരുന്നു, അത്രയും വലിയ നേതാവായിരുന്നു. കേട്ടില്ലേ? ഇപ്പൊ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇനി അത് അന്ന് എന്ത് അങ്ങനെ പറഞ്ഞു? അന്ന് പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് താജുൽ ഉലമൻ്റെ ഒരു പേരക്കുട്ടി ഞങ്ങളൊപ്പമുണ്ടല്ലോ എന്ന് മുന്നിൽ ചങ്ങായി പറഞ്ഞിട്ടില്ല നിങ്ങൾ? അന്ന് ആ തങ്ങൾ പാപ്പാൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പരിപാടികളൊക്കെ നടന്നപ്പോൾ തങ്ങൾ പാപ്പാക്ക് ഇതിൻ്റെ പോക്ക് മനസ്സിലായി. തങ്ങളുട്ടിക്ക് ഇതിൻ്റെ പോക്ക് മനസ്സിലായപ്പോൾ ഇതൊരു ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ തങ്ങളുട്ടി വല്ല പിൻവലിഞ്ഞു. പിൻവലിയലോടുകൂടെ ഇപ്പം എന്ത് ചെയ്തു? താജുൽ ഉലമ മോശക്കാരനായിക്കൊണ്ടിരിക്കുക. ഇനി ആ രൂപത്തിലേക്കാണ് വരാൻ പോണത്. വരട്ടെ, നൗഷാദ് ഒന്നിന് വരട്ടെ. എന്താ വ്യത്യാസം ഒന്നും ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നുകൂടി ചെറുശ്ശേരി ഉസ്താദ് പറയുന്നുണ്ട്, ഒന്നും കൂടി അത് പറയട്ടെ. ഒറ്റ വാക്കുകൂടി. പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ് എത്ര പെങ്ങൾ നമ്മൾ വ്യത്യാസമോ ക്ഷേമമുള്ളൊരു 3-4 എന്തെങ്കിലും പറയാനാല് ഈ ചോദ്യം ബാക്കിയാവുമല്ലോ. എത്ര പെങ്ങൾ നമ്മളുള്ള വ്യത്യാസം പിന്നെ നിങ്ങൾക്കാണ് ഒന്നായിക്കൂടെ? ഒരു വ്യത്യാസം പറയുമ്പോൾ പറയേണ്ടി വരുമല്ലോ, പിന്നെ ഈ ഉൾപ്പെടുത്തിയാൽ കാര്യമില്ല. ഷംസുൽ ഉലമ റാഫറ എന്ന് പറഞ്ഞു പല നേതാക്കന്മാർ, ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുൽ ഉലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള ഒലിയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു. റാഫറ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുൽ ഉലമ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആള്. അത്രയധികം ആ ഗ്രൗണ്ടിൽ ജനം മുമ്പ് കൂടിയില്ലാന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുൽ ഉലമ റാഫറാണ്, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറിന് അത്തും പുത്തുമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മുജാബുദ്ദായ ഒരു മഹാനാന്നാ പറഞ്ഞത്.
അതാണ് കണ്ണിയത്ത് അവിടെ തന്നെ ഇതൊക്കെ മറികടന്നിട്ടേ ഇ.കെ. ഉസ്താദിനെ കുറിച്ച് പറഞ്ഞൊക്കാടെ നിൽക്കുക, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞൊക്കാടെ നിൽക്കുക. അതോടുകൂടി ഐക്യം. അതോടുകൂടി എന്താ സംഭവിച്ചത്? ബിദ്അത്തിന്റെ മേലിലുള്ള ബിദ്അഇകളുടെ ഐക്യം. ആ ഐക്യത്തിന് ശംസുലമായിട്ട് ബന്ധമല്ല. ഇവ ഇതുവരെ പറഞ്ഞത് ആരെ സംബന്ധിച്ചറിയാം? താജുൽ ഉലമ അസയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളാണ് ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നത്. തങ്ങൾ അതാണ് ഇതാണ് ഇനി വേറൊന്നും കൂടി ഉണ്ട്. ഒരു കാര്യം കൂടി അവൻ പറയുന്നത് വിട്ടിട്ട് താജുൽ ഉലമനെ പറ്റി പറയുന്നത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പറയാം. ഇത് പഠിക്കേണ്ടത് താജുൽ ഉലമയിൽ നിന്നാണ്. അത്ര വലിയ പണ്ഡിതപ്പ് നമ്മളാരും ആവില്ലല്ലോ. കാലഘട്ടത്തിൽ ആർക്കാകാൻ കഴിയും താജുൽ ഉലമയെ പോലെ ഇൽമിൽ കഴിവുണ്ടാകാൻ? ഫിഖ്ഹിലും അഖീദയിലും തസവുഫിലുമൊക്കെ അഗാധമായ വിജ്ഞാനം, അതിന്റെ 1000 കോടിയിൽ ഒരു അംശമാകാൻ കഴിയുമോ നമുക്ക്? ഉലമയുടെ ഇൽമിനെ സംബന്ധിച്ചാ പറഞ്ഞേ 1000 കോടിയിൽ ഒരു അംശമാകാൻ നമ്മളെ കൊണ്ട് കഴിയോന്ന്. അത്രയും വലിയ അഗാഢ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനായിരുന്നു താജുൽ ഉലമ എന്നാണ് നൗഷാദി പറഞ്ഞത്. എന്നിട്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം വിട്ടുകൊണ്ട് കൊച്ചാക്കുന്നതും ആരെയാണ്? മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെയാണ്. ആ വിഷയം പറഞ്ഞതാരാണ്? താജുൽ ഉലമയാണ്. കഫറ എന്നുള്ള വിഷയം പ്രസംഗിച്ചത് എങ്കിൽ താജുൽ ഉലമയോട് അത് ആര് പറഞ്ഞു എന്നും താജുൽ ഉലമ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നുണ്ടാവില്ല എന്താണ് ആ വിഷയമെന്ന്. താജുൽ ഉലമ വന്ന് പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, താജുൽ ഉലമയെ നൗഷാദ് വാനോളം പുകയറ്റിക്കൊണ്ട് നടന്നു. പക്ഷേ അതിൽ അന്നൊരു പേരക്കുട്ടി ഓരൊപ്പം ഉണ്ടായപ്പോൾ വലിയ സംഭവമാക്കിപ്പോയി. പക്ഷേ അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, അത് ക്ലച്ച് പിടിച്ച് കണ്ട് അതിൽ കുരുവട്ടൂരിലേക്ക് ചേരുന്നില്ല എന്ന് കണ്ടപ്പോൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ നടക്കുന്നതിൻ്റെ ഇടയിലാണ് സ്ഥാപക ദിനത്തിൻ്റെ അന്ന് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ബിങ്ങിപ്പൊട്ടലും കിട്ടു. ഇത് കിട്ടിയപ്പോൾ എന്നാൽ ഇതിപ്പോൾ പിരിച്ചു വിടണം എന്നുള്ള നിലക്ക് പല വാക്കുകളും പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പോൾ പഴയ CD-കളിലുള്ള ഇത് പൊറുക്കി കൊണ്ടുവരികയാണ്. അത് ചെറുശ്ശേരി ഉസ്താദ് പഴയ കാലഘട്ടത്തിൽ പറഞ്ഞത് കൊണ്ടുവരികയാണ്. എന്തിനാണ് ഈ കൊണ്ടുവരുന്നതെന്ന് അറിയോ? ഇപ്പോൾ പഴയതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കൂടി മറ്റുള്ളവർക്ക് കൂടി പ്രചരിപ്പിച്ച് ഐക്യം തകർക്കണം. ഐക്യം നടക്കരുത്, ഐക്യം നടക്കാൻ പാടില്ല, ആ ഐക്യം വരാൻ പാടില്ല എന്നുള്ള ചിന്തയിലൂടെയാണ് ഇപ്പോൾ പഴയതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഏതായാലും താജുൽ ഉലമ എന്ന് പറയട്ടെ എന്താണ് ആ വിഷയം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു നോക്കി. ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാപ്പറാക്കി ഉസ്താദിനെ കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്? ഇതാ ഉസ്താദിനെ കാഫിറാക്കി എന്നുള്ള വിഷയം നിങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ലേ? എന്നാ കേട്ടോളിയും. ഇത് ഞാൻ പറഞ്ഞതാണോ അതോ എന്നോട് വേറെ ആള് പറഞ്ഞത് ഞാൻ ഹിക്കായത്ത് ചെയ്തതാണോ അല്ലേ? ഒന്ന് കേട്ടോളിയും. താജുൽ ഉലമ പറയാണ്, കേട്ടോളിയും. ഞാൻ കാഫറാക്കിയോ? ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരുണ്ട് അവര് പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ കണ്ടോ താജുൽ ഉലമ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഔലിയാക്കന്മാരുണ്ട് എന്ന് പറയുമ്പോഴത്തേനും കേൾക്കുമ്പോഴത്തേനും മണ്ടണ ആളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ, ഇങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ നേരെ പോയത് മഹാനായ CM വലിയുല്ലാഹിയുടെ അടുക്കലേക്കാണ്. പറയട്ടെ. ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിക്കിൻ്റെ ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം?
അന്തരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അവിടെ ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. കേട്ടില്ലേ താജുൽ ഉലമ പറഞ്ഞത്? താജുൽ ഉലമയുടെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. താജുൽ ഉലമ സമസ്തയിൽ ഉണ്ടായ വിഷയം കാരണം മഹാനായ മടവൂരിൻ്റെ അടുത്ത് പോയി, മടവൂരാണ് അൻത അലൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേലിൽ അടിയുറച്ച് നിന്നോളണം എന്ന് ആര് പറഞ്ഞത്? മടവൂരാ പറഞ്ഞത്. അപ്പം അപ്പുറത്തുള്ള നമ്മൾ ഉസ്താദല്ലേ എന്ന് പറഞ്ഞപ്പോൾ കഫറ എന്ന് പറഞ്ഞു. ആര്? മടവൂര് പറഞ്ഞു കഫറ. കഫറ എന്നുള്ളത് മടവൂര് പറഞ്ഞു. കഫറക്ക് ഒരുപാട് അർത്ഥമുണ്ട്, വെറും കാഫിറായി എന്നുള്ള അർത്ഥം മാത്രമൊന്നുമല്ല. അത് താജുൽ ഉലമനെ പറയാം, കഫറക്ക് ഒരുപാട് അർത്ഥമുണ്ട്, എനിക്കറിയാം. മടവൂരാണ് എന്നോട് പറഞ്ഞത് കഫറ, അതല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പോൾ നൗഷാദിന് ഈ ഐക്യം വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു കുത്തിത്തിരിപ്പേറ്റ് പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നൗഷാദ് എവിടെ നിൽക്കണത്? നൗഷാദിക്ക് ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. ഇപ്പോൾ നൗഷാദ് പറയുന്നത് ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ കൂടെ നിൽക്കുന്നു. ഇനി ചെറുശ്ശേരി ഉസ്താദിൻ്റെയും ശംസുൽ ഉലമൻ്റെയും കൂടെ ഇവനെ വേണോ വേണ്ടേ എന്നുള്ളത് MT അബൂബക്കർ ദാരിമി എന്ന് പറഞ്ഞോട്ടെ. ഈ കേബാത്തിൻ്റെ പ്രഭാഷകനും നേതാവുമാണല്ലോ മൂപ്പരൊന്ന് പറഞ്ഞോട്ടെ. ശംസുലുലമയുടെ മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് ശംസുലുലമയുടെ ശത്രുക്കൾ ശംസുലുലമയുടെ ആളാകാൻ നിൽക്കൊന്നും വേണ്ട. ശംസുലുലമയുടെ കഠിനമായ ശത്രുത ദീർഘകാലം വെച്ച് പുലർത്തിയിട്ട് ശംസുലുലമ അവിടെ വളർത്തിയെടുത്ത സമസ്തയെ തച്ചു തകർക്കും എന്ന് പരിസരത്തിൽ നിന്ന് ഒരിക്കൽ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകൾ, നിങ്ങളെ സമസ്തനെ ഞങ്ങൾ തച്ച് പൊളിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട. അതൊക്കെ നിഫാഖിന്റെ മൂർധന്യ വേഷധാരികൾ മാത്രമാണ്. കാപട്യം കൽബിൽ ഉറച്ച് നിറച്ച് വെക്കുന്ന ആളുകളുടെ ഗീർവാന പ്രഘോഷണങ്ങൾ മാത്രമായിട്ട് അതിനെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ കാണുന്നുള്ളൂ. അത്ര അതിനെ പറ്റി പറയാനും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദർശയിലേക്ക് പ്രവേശിക്കാം. അപ്പം നൗഷാദിൻ്റെ ഈ കാപട്യം എല്ലാവരും മനസ്സിലാക്കി. ആദ്യം താജുൽ ഉലമനെ പറഞ്ഞുകൊണ്ട് നടന്നു, ക്ലച്ച് പിടിക്കണില്ല എന്നുണ്ടപ്പോൾ ശംസുൽ ഉലമനെ പറഞ്ഞു, ശംസുൽ ഉലമയിലും ക്ലച്ച് പിടിക്കണില്ല എന്നുണ്ടപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് മുന്നേ പറഞ്ഞതിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ വന്നപ്പോൾ ഇത് EK വിഭാഗത്തിലുള്ള നേതാക്കന്മാരെ കയ്യിലേക്ക് എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? വെറുതെ കാപട്യം കൊണ്ട് വരണ്ട, ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാർ ആവശ്യം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരാൾക്കാർ ആവശ്യമേ ഇല്ല എന്നവരും പറഞ്ഞു. ആകെ അടപ്പൂരിയല്ലോ നൗഷാദേത്. അതൊക്കെ കഴിഞ്ഞല്ലോ, പിടുത്തം വിട്ടല്ലോ. ഇനി കുരുവട്ടൂരിസം ആകെ ഒരു മുളം കയറ് വാങ്ങാൻ നോക്കി എല്ലാവരും പാടെ, അല്ലാതെ യാതൊരു രക്ഷയില്ല. പിടുത്തം വിട്ടു, കഴിഞ്ഞു. അല്ലാഹ്